എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് എൻ്റെ നഴ്സറിയിലാണ്. അപ്പോൾ എൻ്റെ നഴ്സറിയിൽ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സുകൾ ഞാനിന്ന് വിളവെടുപ്പാണ്. ഞാനിവിടെ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ്. ഞാൻ ആദ്യമായിട്ട് വിളവെടുക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സാണ്. ഇതുപോലെ നമ്മൾ ചട്ടിയിൽ, ഇതിപ്പോൾ ഒരു ചട്ടിയിൽ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സാണിത് വിളവെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പം ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പഴങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. 250, 400, 500, 600 ഗ്രാമൊക്കെ ഇതിൻ്റെ തൂക്കം വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇതുപോലെ നമുക്ക് ഒരു ഭാഗത്തേക്ക് തിരിച്ചാലും ഇങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് തിരിച്ചിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. ഞാൻ വീട്ടിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നഴ്സറിയിൽ ഞാൻ അത്യാവശ്യം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത തൈകളിൽ നിന്നാണ് ഞാൻ ഈ വിളവെടുക്കുന്നത്. ഇത് ഇപ്പം അത്യാവശ്യം കുറച്ച് വലിയ പഴമാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം 400-500 ഗ്രാം തൂക്കവും ഉണ്ടാവും. ഞാനിവിടെ റോയൽ റെഡ്, മലേഷ്യൻ റെഡ്, മെക്സിക്കൻ റെഡ്, അമേരിക്കൻ ബ്യൂട്ടി ഇങ്ങനെയുള്ള കുറച്ച് ഒരു 5-10 റെഡ് വെറൈറ്റി ഇനങ്ങളാണ് ഞാനിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വെറൈറ്റികളുടെ പിറകിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഒരു കാരണവശാലും ഓടാൻ പാടില്ല. റെഡിൽ അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ വെറൈറ്റികൾ മേടിച്ച് വെച്ചതിനെ കൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം റെഡ് വെറൈറ്റിയിൽ അത്യാവശ്യം നമ്മൾ ഇതുപോലെ മലേഷ്യൻ റെഡ്, മെക്സിക്കൻ റെഡ്, നാച്ചുറൽ മിസ്റ്റിക്, അതുപോലെ റോയൽ റെഡ്, അമേരിക്കൻ ബ്യൂട്ടി ഇങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മൾ വാങ്ങിച്ച് വെക്കുക. ഏകദേശം ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് ഈ റെഡിലുള്ളൂ. അല്ലാണ്ട് വലിയൊരു മാറ്റങ്ങളൊന്നും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറേ വെറൈറ്റികളുടെ പിറകെ പോയി പൈസ കളയുന്നതിലും നല്ലത് നമ്മൾ ഇതുപോലെ ഒരു 2-3 വെറൈറ്റികൾ വാങ്ങിച്ച്, റെഡ് വെറൈറ്റികൾ വാങ്ങിച്ച് വെക്കുക. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് നമ്മുടെ ഇത് പുളിമധുര ഈ സാധനം. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു ഞാൻ നഴ്സറിയിൽ വിൽപ്പനയ്ക്ക് വെച്ച ചെറിയൊരു ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സായത്. ഇത് ഇഷ്ടം പോലെ ഉണ്ടായതാണ്. ഇപ്പോൾ ലാസ്റ്റ് പഴമായത്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സായത് സ്റ്റാർ ഫ്രൂട്ട്. തായ്ലൻഡ് റെഡ് ചാമ്പയായത് കണ്ടാ, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. പക്ഷേ ഇപ്പം മഴയായത് കാരണം, മഴയല്ലെങ്കിൽ നമുക്ക് നല്ല മധുരമുള്ള ഒരു ചാമ്പയായത്. പക്ഷെ മഴയായത് കാരണം കുറച്ച് മധുരം കുറവായിരിക്കും. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഡ്രമ്മിലോ ചട്ടിയിലോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിൽ കൂടുതൽ നമുക്കിത് കാണുന്നില്ല. ഈ ഒരു ഗ്രോ ബാഗിലാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാ, ഇഷ്ടം പോലെ നമുക്കിതുപോലെ ചാമ്പകൾ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് മധുരം കുറവ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേനൽക്കാലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു ചാമ്പയായിരുന്നു നമ്മുടെ ഈ തായ്ലൻഡ് റെഡ് ചാമ്പ. ഇതിൻ്റെ എല്ലാ തൈകളും എൻ്റെ അടുക്കൽ ലഭ്യമാണ്. ഉമ്മർ ചാമ്പ, ബാലി ചാമ്പ, ബെൽച്ചാമ്പ, തൽഹരി ചാമ്പ, അതൊക്കെ ഇതിലും നല്ല സ്വീറ്റ് ചാമ്പയാണ്. അതുപോലെ നമ്മുടെ തായ് പിങ്ക് പേരയായത്. ഇത് വിളവെടുക്കാനായിട്ടില്ല. ഇത് ഞാനൊരു ഗ്രോ ബാഗിൽ എൻ്റെ നഴ്സറിയിൽ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന തായ് പിങ്ക് പേര, അതുപോലെ VNR, ജപ്പാൻ പേര, ഇതുപോലത്തെ പേര വലിയ പ്ലാന്റുകൾ തന്നെ എൻ്റെ ഈ നഴ്സറിയിൽ ഉള്ളതാണ്. പിന്നെ അതുപോലെ ചിലവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിന്നെ കുറച്ച് ഇത് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഞാൻ പൂട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി ആയിട്ട് അങ്ങനെ ഒരു തൊഴിലായിട്ട് നടത്തുന്ന ഒരാളല്ല സുഹൃത്തെ. ഞാൻ അത്യാവശ്യം മറ്റുള്ള സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. എൻ്റെ വീട്ടിൽ വിഷരഹിത പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളും കഴിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഓരോ ആൾ എൻ്റെ അടുത്ത് കൊണ്ടുത്താ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുകൊടുത്തു. അങ്ങനെ ഒരു നഴ്സറിയുടെ രൂപത്തിൽ ചെറിയൊരു രീതിയിൽ ആക്കിയതാണ്. ഞാൻ മഴക്കാലങ്ങളിൽ മാത്രം ചെയ്യുന്നൊരു പണിയാണിത്. ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു ആളാണ്. അപ്പോൾ ഞാൻ പൂട്ടുവോ ഇല്ലയോ എന്നുള്ളത് സുഹൃത്ത് പൂട്ടാതിരിക്കുക കേട്ടോ. പിന്നെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത്യാവശ്യം ജസ്റ്റ് മണ്ണിൽ കൈകുത്തി പണിയെടുക്കാനുള്ള താല്പര്യമെങ്കിലും സുഹൃത്തെ നിങ്ങളെപ്പോലുള്ള ആൾ കാണിക്കുക. എന്നാൽ കേരളത്തിൽ അത്യാവശ്യം ഇതുപോലെ രോഗങ്ങൾ കുറയും. മനസ്സിലായില്ലേ? മറ്റുള്ളവരെ കയറി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വാങ്ങിക്കുന്നില്ലേ വാങ്ങിക്കണ്ട, നിർബന്ധമില്ല. മറ്റുള്ള ഇൻസൾട്ടിങ് നടത്താതിരിക്കുക കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട്.
അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അത്യാവശ്യം ഇതുപോലെ ജൈവ പച്ചക്കറികളും ജൈവ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മുടെ ടെറസിൻ്റെ മുകളിലോ നമ്മുടെ മുറ്റത്തോ 2 ഡ്രമ്മിലോ ചട്ടിയിലോ 5 സെൻറ്റ് സ്ഥലമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് എൻ്റെ കയ്യിൽ നിന്നല്ലെങ്കിലും ഏതൊരു നഴ്സറിയിൽ നിന്നായാലും നല്ല പ്ലാന്റുകൾ വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തോ ടെറസിലോ വാങ്ങിച്ച് വെക്കുക. നമ്മുടെ കുട്ടികൾ അത്യാവശ്യം നല്ല വിഷമടിക്കാത്ത സാധനങ്ങൾ ഭക്ഷിച്ചിട്ട് പോട്ടെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അധികം പൈസ കളയുന്നതിലും നല്ലത് നമ്മുടെ ഒരു 10-15 മിനിറ്റ് രാവിലെ ഇറങ്ങി ഇതിൻ്റെ മുറ്റത്ത് ഇതിൽ വെള്ളം ഒഴിച്ച് അത്യാവശ്യം നമ്മൾ ജൈവ വളങ്ങൾ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ചാണകവും കടലപ്പിണ്ണാക്കും അതുപോലെ ഉള്ള സാധനങ്ങൾ പുളിപ്പിച്ച് 5 ദിവസം പുളിപ്പിച്ച് അതിൽ ഒരു 10 ഇരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്ത് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്നും വലിയൊരു നമുക്ക് ഇതിലുള്ള കാര്യങ്ങളല്ല. എന്നാൽ തന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ പോയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് നമുക്ക് ഏകദേശം 50%, ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, എന്നാലും നമ്മുടെ രോഗങ്ങളൊക്കെ വിട്ടുമാറുന്നതാണ്. നമ്മൾ അത്യാവശ്യം പച്ചക്കറികൾ നമ്മുടെ ഇവിടെയുള്ള വഴുതിനിങ്ങ അതുപോലെ പച്ചമുളക്, തക്കാളി, വെണ്ടക്ക ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ. നമ്മുടെ ചീരയൊക്കെ നമുക്ക് 30 ദിവസം കൊണ്ട് പറിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഗ്രോ ബാഗിൽ ചെയ്താൽ മതി. നമുക്കുള്ള അതിനുള്ള അറിവുകളുണ്ട്, നമ്മൾ അതിനുള്ള മനസ്സ് മതി. എന്നാൽ തന്നെ ഇത് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ഉള്ളവർ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിക്കുന്ന ടീമായിരിക്കും. ഞാൻ എല്ലാവരെയും പറയുന്നില്ല. അത്യാവശ്യം ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കണ്ടത്. നമ്മുടെ ഒരു പൊട്ടൻ്റെ ഒക്കെ വിളിച്ചിട്ട് പൊട്ടൻ നിങ്ങളുടെ പൂട്ടും എന്നൊക്കെ പറയും. ഏതെങ്കിലും നഴ്സറിക്കാരായിരിക്കും ചിലപ്പോൾ, ഒന്നും അറിയാതെ ഇങ്ങനെ ഏതെങ്കിലും 4 ചെടിയും മേടിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ കായ് പോലും കാണാത്ത ടീമായിരിക്കും. അങ്ങനെയുള്ള ടീമായിരിക്കും ഇത് ചെയ്യുന്നത്. സുഹൃത്തെ, നമ്മുടെ നഴ്സറി ആയിട്ട് നടത്തുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതാണ്. ഞാൻ അത്യാവശ്യം ആരൊക്കെയല്ലോ കുറച്ച് തൈ കൊടുത്താൽ 2 തെങ്ങും തൈ കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുകൊടുത്ത് ചെറിയൊരു നഴ്സറിക്കാരനായിപ്പോയതാ. ഇതാ നമ്മുടെ തേൻ വരിക്ക ചക്ക, ഇതാ നല്ല വലിയൊരു ചക്ക. ഇതിപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. നല്ല മഴക്കാലമാണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വരാൻ സാധ്യതയുണ്ട്. മൂത്ത ചക്കയാണ്. ഇതും കൂടെ നമ്മൾ ഇന്ന് പറിച്ചെടുക്കലാണ്. ഞാൻ നിലത്ത് വെച്ചതാ, നല്ല കനമുണ്ട് കേട്ടാ നമ്മുടെ ചക്ക. അതുപോലെ എൻ്റെ വീട്ടിൻ്റെ പിറകുവശത്ത് ചെയ്ത കുരുമുളകിൻ്റെ തെയ്യായി കാണുന്നത് ഞാൻ PVC പൈപ്പിൽ ഏകദേശം ഒരു 10 അടി ആയിട്ടുള്ള PVC പൈപ്പിൽ ഞാൻ ഒരു ഇത് നോക്കിയതാണ്. PVCയിൽ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ PVC തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ഇത് 2 വർഷമായി ചെയ്തിട്ട് ഒരു പ്രാവശ്യം എനിക്ക് മുളക് കിട്ടി. ഈ വർഷം കിട്ടി. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തതിന് ശേഷം ഇതുപോലെ കംപ്ലീറ്റ് കുരുമുളകിൻ്റെ കിണറൊക്കെ പൊട്ടി. ഇത് തെക്കൻ പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കുരുമുളക് നന്നായിട്ടുണ്ടാകുന്നുണ്ട്. കണ്ട ഇഷ്ടം പോലെ. ഇതാ ഞാനൊരു ഏകദേശം ഒരു 10-25 കാല് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം ഞാൻ ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് കാലിലാണ്. മൊത്തത്തിൽ ഞാൻ ഈ PVC ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റ് കാലിലാണ് ഇതിലും കൂടുതൽ ഇതായിട്ട് നമുക്ക് ഈൽഡ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ എന്തെങ്കിലും ഒരു കല്ലിനെ കൊണ്ട്, ഞാനിതിപ്പം വെറുതെ ഒരു ഇതിൽ ടയർ വെച്ച് അതിൽ നമ്മൾ പോട്ടിങ്ങൊക്കെ തയ്യാറാക്കി ആദ്യം കുഴിയെടുത്ത് നമ്മൾ PVC ആദ്യം അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. അതിനുശേഷം അത് കംപ്ലീറ്റ് മൂടിയതിന് ശേഷം മുകളിലൊരു ടയറും കൂടി വെച്ച് അതിൽ പോട്ടിങ്ങൊക്കെ തയ്യാറാക്കി അങ്ങനെ മണ്ണിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ആക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. നന്നായിട്ട് തന്നെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമുക്കും ഇത് കണ്ട, ഇതൊക്കെ നമ്മുടെ സാധാ കുരുമുളക്. ഇതൊക്കെ നമ്മുടെ കരിമുണ്ട ഇനത്തിൽപ്പെട്ടത്. പന്നിയൂർ ഇവിടെ കാണാം. അതായത് പന്നിയൂർ ഇനാണ്. ഏകദേശം ഇതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ നമുക്ക് ഉഷാറായിട്ട് നല്ല പച്ചപ്പോട് കൂടി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ കുരുമുളകിന്. അതായത് നമ്മൾ വേറൊരു മരക്കാലിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്ന വളം പകുതിയും അതിൻ്റെ ആ മര വലിച്ചെടുക്കുക. ഇത് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കംപ്ലീറ്റ് നമ്മുടെ കുരുമുളകിന് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഇപ്പം നമ്മൾ എന്ത് വളം കൊടുത്തു കഴിഞ്ഞാലും നമുക്കിതുപോലെ കുരുമുളകിന് തന്നെ ഇത് കിട്ടും എന്നാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ ഇത് ക്യാനിൽ ചെയ്ത 50 ലിറ്ററിൻ്റെ ക്യാനിൽ ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈയായി കാണുന്നത്. ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് ഞാൻ മൊത്തം ചെയ്ത കൃഷി രീതികളാണ് ഈ കാണുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, കുറ്റിക്കുരുമുളക് ചെയ്യേണ്ട രീതികളും കുറ്റിക്കുരുമുളക് തിപ്പലിയിൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് നമ്മൾ വിളവെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട്സ്, ചാമ്പ, പപ്പായ, ചക്ക ഇതൊക്കെയാണ് ഈ കാണുന്നത് നിങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി. ഞാനിന്ന് ഈ ചക്ക വീട്ടിൽ നിന്നും പപ്പായയും ചക്കയും എൻ്റെ വീട്ടിൽ നിന്ന് വിളവെടുത്താണ്. എൻ്റെ നഴ്സറിയിലാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സ്, ചാമ്പ, സ്റ്റാർ ഫ്രൂട്ട്സൊക്കെ നഴ്സറിയിൽ നിന്ന് വിളവെടുത്ത സാധനമാണ്.
ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു സ്ഥലത്തും 5 സെൻറ്റോ അല്ലെ 10 സെൻറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രമ്മിലും നിലത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സുകൾ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.